അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളിന്ന് പുതിയൊരു സീരീസ് തുടങ്ങാണ് ഗായ്സ്. ഈ സീരീസിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലാറ്റ് വേൾഡ് ആണെന്ന് ഗായ്സ്. ഫ്ലാറ്റ് വേൾഡ് അതായത് നിരപ്പായ സ്ഥലം എന്നാണ് ഗായ്സ് അതിൻ്റെ അർത്ഥം. ഇതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കുറേ ദൂരങ്ങളൊക്കെ പോയാൽ ചിലപ്പോൾ ഒരു വില്ലേജൊക്കെ കണ്ടെത്താൻ കഴിയും. പക്ഷേ അത് ടഫാണ് ഗായ്സ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറേ അന്വേഷിക്കേണ്ട വരും വില്ലേജിനൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യം ഈ ചെസ്റ്റ് തുറന്ന് നോക്കുക ഗായ്സ്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ചെസ്റ്റ് ഉണ്ടാകും എല്ലാവർക്കും വേണ്ടിയിട്ട്. ചെസ്റ്റ് തുറന്ന് നോക്കിയാൽ ചിലപ്പോൾ 8 വുഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, 8 ഓക്ക് ലോഗാണ് ഗൈസ്. നമ്മളിത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഈ ഓക്ക് ലോഗ് കുറേ കഷ്ടപ്പെടണം. പിന്നെ ഇവിടെ 4 ടോർച്ചും ഉണ്ട് ഗൈസ്. ഈ ഓക്ക് ലോഗ് എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പെടണം. ഇവിടെ ട്രീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടറിൻ ട്രേഡർ വരണം ഗൈസ് നമുക്കിത് കിട്ടണമെങ്കിൽ. അവന്മാരുടെ അടുത്ത് ഇമറാൾഡും വാങ്ങണം. ഇമറാൾഡ് വാങ്ങി നല്ല ടഫ് ഉണ്ടാവും. അത് ഈ 8 ലോഗ് വെച്ചിട്ടാണ് ഈ ജീവിക്കേണ്ടത് ഗൈസ്. അതാ ഗൈസ് നമ്മൾ സ്ലൈം ഓടിക്കുന്നുണ്ട്. നമുക്ക് അപ്പോഴേക്കും പോവാം ഗൈസ്. അയ്യോ, ഈ ഫോണിന് എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് തല കുനിഞ്ഞു പോകും ഗൈസ്. ഇവിടെ നമുക്ക് ഷീപ്പിനെ കൊല്ലാം. വൈറ്റ് ഷീപ്പിനെ കൊല്ലുന്നതാണ് നല്ലത്. അതിനു മുമ്പ് നമുക്ക് വൈറ്റ് ഷീപ്പ് ഉണ്ടോ നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഓപ്പാസിറ്റി കുറക്കാം ഗൈസ്. നല്ല ഓപ്പാസിറ്റി ഉണ്ട്, അത് കുറച്ച് കളയാം. ജോയ്സ്റ്റിക്കിൻ്റെ കുറച്ച് കളയാം ഗൈസ്. ഇവിടെ ജോയ്സ്റ്റിക്കിൻ്റെ ഒപ്പാസിറ്റി, കൺട്രോൾസിൻ്റെ ഒപ്പാസിറ്റി ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഇതില്ലേ ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിലേക്ക് പറയുക ഗൈസ്. കമൻറ്റ് ചെയ്യുക ഒപ്പാസിറ്റി എങ്ങനെ കുറക്കാണ്. ഞാനിപ്പോൾ ജോയ്സ്റ്റിക്കിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ടുണ്ട്, അത് മതി ഗൈസ്. മൊബൈൽ മെനു സൈസ് കുറക്കാം, കുറച്ച് കൂട്ടാം ഗൈസ്, അത് നല്ലത്. ജോയ്സ്റ്റിക്ക് കുറച്ചുണ്ട്. ഇത്രേ അറിയുള്ളൂ ഗൈസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും അതാ ജോയ്സ്റ്റിക്കിൻ്റെ ഒപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്ലൈം ഓടിക്കാൻ വരുന്നു ഗൈസ്. നമുക്ക് ഓടാം. ആ ഗൈസ് നമുക്കൊരു വൈറ്റ് ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. അതിന് ഫസ്റ്റ് നമുക്ക് കൊല്ലാം. നിങ്ങൾക്ക് കോംബോ അടിക്കാൻ അറിയാമോ നിങ്ങളൊന്ന് പറയാം ഗൈസ്. കണ്ടില്ലേ, ഇതേപോലെ കോംബോ അടിച്ച് കൊല്ലാൻ കഴിയുമോ നിങ്ങളൊന്ന് പറ. ഫ്ലാറ്റ് വേൾഡിൽ നമ്മൾ അവസാനം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു മോബ് ഫാർം ഉണ്ടാക്കാം. അത് നല്ല ഈസിയാണ്, പക്ഷെ അത്ര ഫാസ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല ഗൈസ്. ട്രാപ്പ് ഡോറൊക്കെ വേണം നല്ല ഫാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ട്രാപ്പ് ഡോറിന് നമുക്ക് വുഡ് ഒന്നുമില്ലല്ലോ ഗൈസ്. നമുക്ക് ഇവിടെ ഒന്നും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ചാടിക്കൊല്ലുമ്പോൾ അത് പുക പോലെ വരുന്നുണ്ട് ഗൈസ്. അതിൻ്റെ വേദന കൂടുന്നതാണ് അർത്ഥം. പെട്ടെന്ന് ഡാമേജ് അവർക്ക് എടുക്കും ഗൈസ്. ഓക്കെ, ഇവരും കൊല്ലുന്നുണ്ട് ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടാക്കണം, സ്പോൺ പോയിന്റ് സെറ്റാക്കണം. ഇവിടെ ഇതിനും കൂടി കൊന്നിട്ട് വൂളെടുക്കാം ഗൈസ്. 3 എണ്ണം മതി, വെറുതെ ഒരു കഴപ്പിന് 4 കൂടി എടുക്കാം ഗൈസ്. അതിന് നമുക്ക് ഏതെങ്കിലും സ്ഥലം നോക്കാം ഗൈസ്. അവിടെ നമുക്ക് സെറ്റിലാവാൻ നമുക്കൊരു സ്ഥലം നോക്കാം. ഓക്ക് ലോഗ് പതിയെ വേണം യൂസ് ചെയ്യാൻ ഗൈസ്. മിസ്റ്റേക്ക് പറ്റി മിസ്റ്റേക്ക് തന്നെയാണ് ഗൈസ്, പിന്നെ തിരിച്ചിട്ടത്തില്ല. നമുക്ക് ആദ്യം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഒന്നേ വേണ്ടു ഗൈസ്. പിന്നെ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം ഗൈസ്. റീസ്പോൺ പോയിന്റ് സെറ്റാക്കാൻ, പിന്നെ രാത്രി ഉറങ്ങി രാവിലെ ആകാനൊക്കെ. ഇത് നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം ഗൈസ്. റീസ്പോൺ പോയിന്റ് സെറ്റാക്കാൻ ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ ആക്കിയാലോ? വേണ്ട ഗൈസ്, നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്താക്കാം ഗൈസ്. ഇവിടെ കുഴി ഉണ്ടാക്കി താഴെ താമസിക്കുക ഗൈസ്. മോളേക്കാക്കിൽ നല്ലതാണെങ്കിലും പക്ഷെ അത്രയ്ക്ക് നല്ലതല്ല ഗൈസ്. ക്രീപ്പറൊക്കെ വന്ന് പൊട്ടിത്തെറിക്കും ഗൈസ്. താഴേക്കാണെങ്കിൽ അത്ര സേഫുമാണ്. ഒരു വാൾ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ അത് അവന്മാർക്കൊന്നും വരാൻ പറ്റത്തില്ല ഗൈസ്. മുളയിൽ ഉണ്ടാക്കിയാൽ മതി, ബട്ട് അതിന് കുറേ ടൈം എടുക്കും ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്നാക്കി തീരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ ആക്കാം. നിങ്ങളെ കണ്ട് ബോറടിപ്പിക്കുന്നില്ല, ഞാൻ സ്പീഡ് കൂട്ടാം ഗൈസ്. വേണമെങ്കിൽ ഓഫ് ക്യാമറ വെച്ചിട്ട് ആക്കാം ഗൈസ്. വേണമെങ്കിൽ നിങ്ങൾ പറയാം സ്പീഡ് കൂട്ടിയിട്ടാണ് ഇങ്ങനെ ബോറിംഗ് ആയിട്ട് പാർട്ടി ചെയ്യേണ്ടത്, അത് ഓഫ് ക്യാമറയാണോ നിങ്ങൾ പറയുക ഗൈസ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് ഈ മാസം എന്താകുന്നതിന് മുമ്പ് ഒരു 100 സബ്സ്ക്രൈബറെങ്കിലും ആകണം ഗൈസ്. പിന്നെ ഞാൻ ഫ്രീ ഫയർ കളിക്കുന്ന വീഡിയോസ് ഇടാം. അത് നിങ്ങൾ പറഞ്ഞാൽ മതി ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഇടണോ എന്ന്. ഞാൻ ഈ ചാനൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രീ ഫയർ, എമാങ്കോസ്, ഈ മൈൻക്രാഫ്റ്റ് അതേ യൂസ് ചെയ്യൂ ഗൈസ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഗെയിം ആണെങ്കിൽ നിങ്ങൾ പറയുക ഗൈസ്.
കമൻറ്റിലിടുക ഗൈസ്. നമുക്ക് ഈ ഫുള്ള് പൊട്ടിച്ചിടാം. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഷവൽ ഉണ്ടാക്കിയാൽ പോരെ. ഷവൽ ഉണ്ടാക്കാം, ബട്ട് അത്ര ഓക്കിലോകേ ഉള്ളൂ ഗൈസ്. അത് ഫുള്ള് കഴിഞ്ഞാൽ പിന്നെ പണി പാളും ഗൈസ്. നമ്മൾ ഊമ്പി പോകും ഗൈസ്. അതുകൊണ്ട് ഇത്ര തന്നെ മതി. ഇങ്ങനെ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് വയ്ക്കാൻ മതി ഗൈസ്. ഇതാ ഈ ഭാഗം കൂടി ആക്കാം. പിന്നെ വാൾ ഉണ്ടാക്കണം. നൈറ്റ് ആകുന്നതിൻ്റെ മുമ്പ് വാൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ക്രീപ്പേഴ്സും മോബ്സും സ്കെൽട്ടനൊക്കെ വന്ന് നമ്മളെ പെട്ടിയാക്കും ഗൈസ്. ഫുള്ള് കുറേ പൊട്ടിച്ചിടാം. ഈ സൈഡും കൂടി പൊട്ടിച്ചിടാം. കുറച്ചുകൂടി ലെങ്ത്തും വിത്തും ആക്കാം ഗൈസ്. അടിപൊളി ഗൈസ്. നമ്മൾ സ്ലൈം വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ രണ്ട് ഹേർട്ട് ഗൈസ്. രണ്ട് ഹേർട്ട് ഗൈസ്. അയ്യോ, ഈ വലുത് പേടിക്കണ്ട. ഇവനെ കൊന്നാൽ ചെറുതായിട്ട് മക്കളായിട്ട് വരും ഗൈസ്. അതാ വന്ന് ഗൈസ്. നമ്മൾ തീർന്നു ഗൈസ്. നമ്മൾ തീർന്നു. നമ്മൾ റീസ്പോൺ പോയിന്റ് സെറ്റാക്കിയില്ലേ? എടാ എവിടെടാ നമ്മളെ വീട്? നോക്കാലോ, വാ. കിട്ടി ഗൈസ്. അത് തന്നെയാണോ? അത് തന്നെയാണ് ഗൈസ്. ഞാൻ എന്താ റീസ്പോൺ പോയിന്റ് സെറ്റാക്കിയില്ലേ? ഞാൻ ഒന്ന് റീപ്ലേ അടിച്ച് നോക്കട്ടെ ഗൈസ്. ഗൈസ്, ഞാൻ ബെഡ് ഭയങ്കര ഫാറിലായിരുന്നു ഗൈസ്. അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബെഡ് ഈസ് ടു ഫാർ. അത് സെറ്റാക്കാൻ പറഞ്ഞു ഗൈസ്. ഇപ്പം നമ്മൾ പണി വളിപ്പോയാണ് ഗൈസ്. ഇതിന് റീസ്പോൺ പോയിന്റ് സെറ്റായിനോ നോക്കാം ഗൈസ്. ചത്തിട്ടില്ല ഗൈസ്. ചാവാൻ നോക്കുമ്പോൾ ചാവാനും പറ്റത്തില്ല ഗൈസ്. എന്താ ഒരു അവസ്ഥയാണ് നിങ്ങൾ പറ ഗൈസ്. ഇനി ചാവാൻ നോക്കണ്ട. കുറച്ചുകൂടി ഹൈറ്റിൽ പോവാം ഗൈസ്. റീസ്പോൺ പോയിന്റ് ഇനി സെറ്റായില്ലെങ്കിൽ നമ്മൾ തോക്കും ഗൈസ്. നോക്കാം. സെറ്റായി. സെറ്റായി ഗൈസ്. ഇപ്പോൾ റീസ്പോൺ പോയിന്റ് സെറ്റായി. എവിടെ ഡേർട്ട്? കിട്ടി ഗൈസ്. അയ്യോ, നൈറ്റാണ് ഗൈസ്. നമുക്കിപ്പം തന്നെ ഒരു വാള് കെട്ടിയിടാം ഗൈസ്. അല്ലെങ്കിൽ മോബ്സും ക്രീപ്പേഴ്സൊക്കെ വന്ന് നമ്മളെ ബേസ് പൊട്ടിക്കും. നമ്മളും ചാവും. പെട്ടെന്ന് തന്നെ വാളുണ്ടാക്കാം. ബെഡ് റോക്ക് ആയതുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചാലേ ആകുമല്ലോ. അത് നല്ല കാര്യമാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് ബെഡ് റോക്ക് ഇഷ്ടം. ജാവ ഇഷ്ടമാണ്, ബട്ട് എൻ്റെ മൊബൈൽ ഭയങ്കര ലാഗ് അടിക്കും ഗൈസ്. ഇവിടെ നമുക്ക് പോയി ഉറങ്ങാം ഗൈസ്. അയ്യോ ഇട്ട് ഒരു ടോർച്ച് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആവും. ഇതൊക്കെ സേഫ്റ്റി ആയിട്ട് വെക്കണം. ചെസ്റ്റൊക്കെ. ഉറങ്ങാം ഗൈസ്. രാവിലെ ആകട്ടെ. രാവിലെ ആയതുകൊണ്ട് ഗൈസ് നമുക്ക് പുറത്തിറങ്ങി നോക്കാം എന്താ അവസ്ഥ. നമുക്ക് പൊട്ടിച്ചാടിക്ക് നാളെ ഒരു മോബ് ഫാം ഉണ്ടാക്കണം ഗൈസ് അടുത്ത എപ്പിസോഡിൽ. അയ്യോ ഗൈസ്, എനിക്ക് തീ വന്ന് വെള്ളമില്ലല്ലോ ഗൈസ്. ആമാരൊക്കെ ചത്തു വേണ്ടി ഇതൊന്നും ചാത്ത. ഇതിന് ഹെൽമെറ്റ് ഗൈസ്. നമുക്ക് ക്യാരറ്റ് കിട്ടി ഗൈസ്. ക്യാരറ്റ് നല്ല റെയറാണ്. ഇങ്ങനെയൊക്കെയോ കിട്ടി ഗൈസ്. ഇനി വെള്ളം വേണം ഗൈസ് ഇതിന് ഫാമൊക്കെ. അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇതാണ് സ്കെലട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ബോൺ മീൽ മതി. ബട്ട് അത് നാളെ ഉണ്ടാക്കിയിട്ടെടുക്കാം ഗൈസ്. നമുക്കൊരു ഹെൽമെറ്റും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗൈസ് നമ്മൾ തിളങ്ങണ കണ്ടാ. ഇനി നമുക്ക് ബേസിൽ പോവാം. കണ്ടാ ഗൈസ്, ക്യാരറ്റ് നല്ല റെയറാണ്. ഇപ്പം കഴിക്കാം, ബട്ട് ഒറ്റൊന്നേ ഉള്ളൂ ഗൈസ്. സാരില്ല, നമുക്ക് ഹങ്കർ കുറേ കൂടി മരിക്കാനാകുമ്പോൾ ചാവാം ഗൈസ് നമുക്ക്. പിന്നെ റീസ്പോൺ പോയിന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ട് ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. പൊട്ടിക്കുന്നൊക്കെ കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എങ്ങനെയെങ്കിൽ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവണം ഗൈസ് ഈ മാസം ഉണ്ടാകുന്നതിൻ്റെ മുമ്പേ. ഈ മാസമല്ല, ഇത് ഇപ്പോൾ ജൂണായില്ലേ ഗൈസ്. അപ്പുറത്തെ മാസം കഴിയുന്നതിൻ്റെ മുമ്പേ നമുക്ക് ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ നാളത്തെ വീഡിയോ തന്നെ ഒരു 10 സബ്സ്ക്രൈബറിലായി കിട്ടണം ഗൈസ്. പ്ലീസ് ഗൈസ്, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗൈസ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പൊട്ടിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ 100 സബ്സ്ക്രൈബറോ അല്ല 200 സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഫയറിൻ്റെ റിഡീം കോഡ് ഇടുന്നതായിരിക്കും ഗൈസ്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫ്രീ ഫയറിൻ്റെ ഒരു BR വീഡിയോ ഇടാം. നിങ്ങൾ ഫ്രീ ഫയറിൽ പ്രോ ആണോ എമോംഗോസിൽ പ്രോ ആണോ അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചാറ്റ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീഡ് എങ്ങനെയാണ്? ഞാൻ സീഡൊന്നും എടുത്തില്ല ഗൈസ്. നമ്മൾ ക്രിയേറ്റ് വേൾഡ് കഴിയുമ്പോൾ ഫ്ലാറ്റ് വേൾഡും അതുപോലെ തന്നെ ഫസ്റ്റ് ക്രിയേറ്റീവ് എടുക്കുക. ഇതിലൊരു ചെസ്റ്റ് എടുത്തിട്ട് അതിൽ 8 ലോഗ് മാത്രം വെച്ചിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സർവൈവലാണ് എടുക്കുക ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ കിട്ടും.
നല്ല ടഫാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ ഹാർഡിലിട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹാർട്ടൊക്കെ പോകും ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോമ്പ് അടിക്കാൻ അറിയാം നിങ്ങളൊന്ന് പറയാം ഗൈസ്. അപ്പോൾ ഇത് ഫുള്ള് ഇപ്പം കൂടി അതാ ഗൈസ് അടുത്ത സ്ലൈം വരുന്ന ഗൈസ്. ഇത് ഈ ചെറുതൊക്കെ ഒറ്റ ഒരു ടാപ്പിന് തന്നെ ചാവും ഗൈസ്. ചെറുത് പ്രശ്നമില്ല, പക്ഷേ എയിം കിട്ടൂല ഗൈസ്, അതാണ് നമ്മളുടെ പ്രശ്നം. ഫോണൊക്കെ നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് പശുവിനെ കാണാൻ കിട്ടി. പശുവിനെ കൊന്നിട്ട് നീക്കിയിട്ട് നോക്കുകയാണ്. ലെതർ കിട്ടിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് മുറിച്ച് കൊന്നു നോക്കാം. ലെതർ കിട്ടിയ ഗൈസ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നാളെ എന്തായാലും ഒരു മോബ് ഫാം എന്തായാലും ഉണ്ടാക്കണം. കാരണം നല്ല ടഫാണ് മോബ് ഫാം ഇല്ലാണ്ട് വെക്കാൻ. ട്രാപ്പ് ഡോറൊന്നും ഇല്ലെങ്കിലും എങ്ങനെയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം ഗൈസ്. കാർപ്പറ്റൊക്കെ വെച്ചിട്ട് ഒന്നുണ്ടാക്കും. സ്റ്റെയർ കേസൊക്കെ മുകളിലേക്ക് പോയി ഗൈസ്. കുഞ്ഞു സ്ലൈം അതിനടിച്ച് കൊല്ലാം. 2 സ്ലൈം ബോൾ കിട്ടി. നമുക്ക് ചെസ്റ്റ് ഇപ്പോൾ ഇട്ട് വെക്കാം. ഫോൺ ലാഗ് അടിക്കാൻ തുടങ്ങി. നമുക്ക് ഇപ്പം നിർത്താം ഗൈസ്. ബൈ. അടുത്ത വീഡിയോ നമുക്കൊരു മോബ് ഫാം ഉണ്ടാക്കണം. ബൈ ബൈ. സബ്സ്ക്രൈബ്.